അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 123. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി കുല്ലിഹിം അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد أفلح من زكاها وقد خاب من دساها. صدق الله مولانا العظيم. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തു ശംസിൻ്റെ മർമ്മത്തിലേക്കാണ്, ഈ സൂറയുടെ പ്രമേയത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. അതായത് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആത്മാവിനെ സംസ്കരിച്ചവൻ, ശുദ്ധീകരിച്ചവൻ തീർച്ചയായും വിജയിക്കുകയും അതിനെ വഷളാക്കിയവൻ, അതിനെ മലീമസമാക്കിയവൻ ആരാണോ അവൻ തീർച്ചയായും പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ആയത്താണ് ഈ സൂറയുടെ മർമ്മം. ആത്മാവിനെ സുഹൃതങ്ങളെ കൊണ്ട് സംസ്കരിക്കുകയും അതുപോലെ തന്നെ തിന്മകളെ കൊണ്ട് മലീമസമാക്കാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സുഹൃതങ്ങളെ കൊണ്ട് സംസ്കരിച്ചവന് വിജയവും തിന്മകളെ കൊണ്ട് ആ ആത്മാവിനെ മലീമസമാക്കിയവന് കനത്ത പരാജയവുമാണ് നാളെ നേരിടാനുള്ളത് എന്നർത്ഥം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ എന്ന ആയത്തോതുമ്പോൾ അവിടെ നിർത്തിയിട്ട് മുത്തുനബി ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ അൻത വലിയുഹാ വമൗലാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. അല്ലാഹുവേ, എൻ്റെ ആത്മാവിന് നീ അതിൻ്റെ ധർമ്മചിന്ത നൽകണേ അല്ലാഹ്. അൻത വലിയുഹാ വമൗലാഹാ, അതിൻ്റെ രക്ഷാധികാരിയും അതിൻ്റെ എല്ലാവിധ അധികാരവും നിന്റെ കയ്യിലാണ് റബ്ബേ. വസക്കിഹ, ആ ആത്മാവിനെ നീ സംസ്കരിക്കണം. അൻത ഖൈറു മൻ സക്കാഹ, ആത്മാവിനെ സംസ്കരിക്കുന്നവരിൽ ഏറ്റവും അത്യുത്തമനാകുന്നു നീ എന്ന് അള്ളാഹുവിനോട് പറയുന്ന പ്രാർത്ഥന എപ്പോഴും മുത്തുനബി നടത്താറുണ്ടായിരുന്നു. നിസ്കാരത്തിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനകളിലൊക്കെ നാം സാധാരണ ഇത് നടത്തി വരാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ദുആ ആണിത്. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒരു രാത്രിയിൽ മുത്തുനബിയെ തൻ്റെ വിരിപ്പിൽ കാണാനില്ലാതെയായപ്പോൾ വെറുതെ കൈകൊണ്ടിങ്ങനെ പരതി നോക്കുമ്പോൾ മുത്തുനബി തൊട്ടടുത്ത് നിസ്കരിക്കുകയാണ്. ആ സമയത്ത് മുത്തുനബിയുടെ അടുത്തേക്ക് ചെവി വെച്ച് നോക്കുമ്പോൾ, ചെവിയോർത്തപ്പോൾ മുത്തുനബി പറയുന്ന വാക്ക് അല്ലാഹുമ്മ അഅ്തി നഫ്സി തഖ്വാഹ, പടച്ചവനെ എൻ്റെ ശരീരത്തിന് അതിൻ്റെ തഖ്വ നീ നൽകണേ, ധർമ്മചിന്ത, നല്ല ചിന്തകൾ നീ നൽകണേ. വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ, എൻ്റെ ശരീരത്തെ നീ ശുദ്ധീകരിക്കണം, സംസ്കരിക്കണം, നീയാണ് ഏറ്റവും നന്നായി അതിനെ സംസ്കരിക്കുന്നത്. അൻത വലിയുഹ വമൗലാഹ, നീ അതിൻ്റെ അധികാരിയും അതിൻ്റെ ഏറ്റെടുപ്പുകാരനുമാണ് എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറയുന്ന പ്രാർത്ഥന മുത്തുനബി രാത്രിയിൽ ആരാരും കേൾക്കാതെ അള്ളാഹുവിനോട് സ്വകാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആത്മപരിശുദ്ധിയുടെ ശ്രദ്ധ എത്രത്തോളം നമുക്കുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ദുആ ചെയ്യുന്ന ദുആയിൽ ഇത് കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ والهرم والجبن والبخل وعذاب القبر اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم إني أعوذ بك من قلب لا يخشع ومن نفس لا تشبع وعلم لا ينفع ودعوة لا يستجاب لها എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിനൽ അജ്സി വൽ കസൽ, ദൗർബല്യത്തെ തൊട്ടും അതുപോലെ തന്നെ അലസതയെ തൊട്ടും, വൽ ഹറമി വൽ ജുബൻ, വാർദ്ധക്യത്തെ തൊട്ടും ഭീരുത്വത്തെ തൊട്ടും, വൽ ബുഖ്ലി വഅദാബിൽ ഖബർ, പിശുക്കിനെ തൊട്ടും ഖബറിൻ്റെ ശിക്ഷയെ തൊട്ടും. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ
വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. എൻ്റെ ശരീരത്തെ നീ സംസ്കരിക്കണേ അല്ലാ, നീ ഏറ്റവും നന്നായി സംസ്കരിക്കുന്നവനാണ്, അതിന് നീ തഖ്വ നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശഅ. പടച്ചവനെ, നിന്നോട് ഞാൻ അഭയം തേടുന്നു. മിൻ ഖൽബിൻ ലാ യഖ്ശഅ, നിന്നെ പേടിക്കാത്ത ഹൃദയത്തെ തൊട്ട്. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, എത്ര തിന്നാലും വയറു നിറയാത്ത ശരീരത്തെ തൊട്ട്. വഇൽമിൻ ലാ യൻഫഅ, ഉപകാരപ്പെടാത്ത അറിവിനെ തൊട്ട്. വദഅവത്തിൻ ലാ യുസ്തജാബു ലഹ, ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനയെ തൊട്ടൊക്കെ നിന്നോട് ഞാൻ അഭയം തേടുന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ ഈ നടത്തുന്ന പ്രാർത്ഥന യുഅല്ലിമുനാഹുന്ന, ഈ വാക്കുകൾ ഞങ്ങൾക്ക് നബിതങ്ങൾ ചൊല്ലിപ്പഠിപ്പിക്കുമായിരുന്നു. വനഹ്നു നുഅല്ലിമുകുമൂഹുന്ന, ഇപ്പോൾ ഇതാ ഈ പ്രാർത്ഥന നബിതങ്ങളുടെ നുബുവത്തിന്റെ തിരുനാക്കിൽ നിന്ന് അവിടുന്ന് ചൊല്ലിപ്പഠിപ്പിച്ച ഈ പ്രാർത്ഥന നിങ്ങൾക്ക് നാം ചൊല്ലിപ്പഠിപ്പിക്കുകയാണ് എന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഖൽബ്, നമ്മുടെ ആത്മാവ്, അത് പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ നന്നാക്കി തരട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും നല്ല തെളിഞ്ഞ മനസ്സും ആത്മാവും നൽകട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.